നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നൗഷാദ് ചെറുവല്ലൂർ, ഡോക്ടർ മല്ല മൊബൈൽ ഫേസ്ബുക്ക് പേജിൽ നിന്നും. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ ഒരു എന്താ പറയുക, പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ വീഡിയോയുടെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ നിന്നും ചോർന്നു പോകുന്ന രഹസ്യങ്ങളെ തടയുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഒട്ടുമിക്ക പേർക്കും അറിയാം, അത് റൂട്ട് ചെയ്ത ഫോണിൽ നിന്നും, നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോണിൽ നിന്നും നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഫോണിൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഫോണിൽ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഒരു ഹാക്കറിന് വളരെ സിമ്പിളായി ഹാക്ക് ചെയ്തെടുത്ത് അത് മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏത് ഫോണാകട്ടെ, ആൻഡ്രോയിഡ് ആകട്ടെ, ഐഫോൺ ആകട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ റൂട്ട് ചെയ്താൽ, ഐ തിങ്ക് ഐഫോൺ സപ്പോർട്ടഡ് അല്ല എന്ന് തോന്നുന്നു എനിക്ക്. കാരണം അല്ല, ആൻഡ്രോയിഡിനാണ് മെയിൻ ഇഷ്യൂ. ഐഫോൺ കുറച്ചുകൂടി അതിൽ കുറച്ച് സെക്യൂറാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് മുട്ടിന് എന്താ പറയുക, സെക്കൻഡിന് പുതിയ കമ്പനി വരുന്നതുകൊണ്ട് കുറച്ച് സെക്യൂർ അല്ല ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ അങ്ങനെ പല പരാതികളും പഠനങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് വിടാം. അപ്പോൾ ഈ റൂട്ട് ചെയ്ത ഫോണിലുള്ള, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എൻ്റെ ഫോൺ റൂട്ട് ചെയ്തതാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിൽ മിക്കവാറും ആൾക്കാർ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇതെൻ്റെ മൊബൈൽ ബാങ്കിങ് ആണ്, HDFC ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ്. ഇപ്പം ഞാൻ റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ, ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന യൂസർ നെയിം പാസ്വേഡും അവർക്ക് വളരെ സിമ്പിളായി ഹാക്കർമാർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നും ചോർത്തിയ ഈ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് അവർക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ എൻ്റെ ഫോണിലുള്ള ഡാറ്റാസ് അവർക്ക് കോപ്പി ചെയ്തെടുക്കാം. അങ്ങനെ പല വീഡിയോകളും ചോർന്നതും പലതും നിങ്ങൾ നെറ്റിലെല്ലാം പല വെബ്സൈറ്റുകളും നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതിലേറെക്കുറെയൊക്കെ കരുതി ആരും ചെയ്യുന്നതല്ല, ഇതേപോലെ ഹാക്ക് ചെയ്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ചോർത്തുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്തരം ഹാക്കിങ്ങിൽ നിന്നും നമ്മൾ ഒഴിവാകണമെങ്കിൽ അതിന് നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ് സെക്യൂർ ആയിരിക്കണം. അതായത് നമ്മുടെ ഫോൺ ഒരിക്കലും റൂട്ട് ചെയ്തതാകാൻ പാടില്ല. പല ആപ്ലിക്കേഷനും മെയിനായിട്ട് എല്ലാവരും ഫോൺ റൂട്ട് ചെയ്യുന്നത് ഫ്രീ വൈഫൈ ഉപയോഗിക്കാൻ, പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ആണ്. ഫോൺ മെയിനായിട്ട് ആൾക്കാർ, ഒരു 90% പേരും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഓരോ പല അപ്ഡേറ്റ് വരുമ്പോഴും അതിലെല്ലാം ഫോർ റൂട്ടഡ് ഫോൺ, വൈഫൈ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ ഫോർ റൂട്ടഡ് ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ വീഡിയോ നോക്കിയാൽ റൂട്ടഡ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള ഈ ചതി, ഇങ്ങനൊരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇതേ അറിവ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ഇത്തരം ചീറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ആർക്കും സംഭവിക്കാം റൂട്ട് ചെയ്ത ഫോണിലൂടെ. അപ്പം അങ്ങനെ ആരെങ്കിലും റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഹാക്കർമാർക്ക് ലഭിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തവരാണെങ്കിൽ അൺറൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തതാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ഈ വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വളരെ ഒരു നിർബന്ധപൂർവ്വം പറയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നിങ്ങളെല്ലാവരും സേഫായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിനി നോക്കാം ഈ നമ്മുടെ ഫോൺ എങ്ങനെ റൂട്ട് ചെയ്തതാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നോക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് റൂട്ട് ചെക്കർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിനെ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ റൂട്ടാണോ അല്ലയോ എന്നും ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർഫേസ് ഇതായിരിക്കും. ടോട്ടലി അതിന് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾക്ക് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാഫൊക്കെ നോക്കിക്കോളൂ. നിങ്ങളിത് ഓരോ ഫോണും ചെക്ക് ചെയ്ത ഗ്രാഫാണ് അതൊക്കെ. അതുപോലെ പലതും റൂട്ടിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളൊക്കെ ഇതിൽ കൊടുത്ത് കാണും. ഇത് നോക്കൂ, ഹൗ ടു റൂട്ട്, വാട്ട് ഈസ് റൂട്ട്, വൈ റൂട്ട്, എന്തുകൊണ്ട് റൂട്ട് ചെയ്യുന്നു, അങ്ങനെ നോക്കാം. ഓക്കെ, ഈ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളായി. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം, അത് നിങ്ങളുടെ ഫോൺ റൂട്ടല്ല എന്ന് ഉറപ്പായതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, വെരിഫൈ റൂട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ ഷെയർ ചെയ്യണം. മറ്റുള്ളവരാരും, നിങ്ങളുടെ അറിവില്ലെന്നല്ല, മലയാളികളായ ഒരാളും ഇതിൽ കുടുങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ,
ഒരു ജസ്റ്റ് 1 മിനിറ്റ് 30 സെക്കൻഡ് മാക്സിമം 1 മിനിറ്റൊക്കെ എടുക്കാറുള്ളൂ, അത്രേ എടുക്കത്തുള്ളൂ. ഈ റൂട്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് വിത്തൗട്ട് നെറ്റ്വർക്ക് നോക്കൂ. എൻ്റെ ഡാറ്റ ഓണല്ല, വൈഫൈ ഉണ്ടെങ്കിലും ശരി ഇവിടെ കണക്റ്റഡ് അല്ല, ഡാറ്റ ഓണല്ല. എനിക്ക് സിമ്പിളായിട്ട് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നെറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഈ ഫോണാണ് വെരിഫൈ ചെയ്യുന്നത്. നോക്കൂ, സോറി റൂട്ട് ആക്സസ് ഇസ് നോട്ട് പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ഓൺ ദിസ് ഡിവൈസ്. എൻ്റെ ഡിവൈസിൻ്റെ മോഡൽ പിക്സൽ V2 ലാവ, ആൻഡ്രോയിഡ് വേർഷൻ 5.1 തുടങ്ങി ഫുൾ ഡീറ്റെയിൽ അവരുടെ കയ്യിലുണ്ട്. നോക്കൂ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ റൂട്ടഡ് ആണെങ്കിൽ ഇവിടെ ഇതേപോലുള്ളൊരു ബ്ലൂ താഴെ നിങ്ങൾ കാണുന്നില്ല, ഇതേപോലത്തെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, യുവർ ഡിവൈസ് ആർ റൂട്ടഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റൂട്ടഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ടെക്നിക്കൽ സെൻറ്ററിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഫോൺ അൺറൂട്ട് ചെയ്യാൻ പറയണം. അൺറൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്ക്, നിങ്ങളുടെ മെമ്മറി കാർഡ് ഊരിയെടുക്കണം. അതുപോലെ നിങ്ങളുടെ അത്യാവശ്യം ഉള്ള ഫയലുകളൊന്നും അതിലില്ല എന്ന് ഉറപ്പുവരുത്തണം. ഉണ്ടെങ്കിൽ തന്നെ അത് മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്ത് മെമ്മറി കാർഡ് ഊരി നിങ്ങൾ കയ്യിലെടുത്തിരിക്കണം. കാരണം അതും മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ തീർച്ചയായും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ, നോ പ്രോബ്ലം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരാളും നമ്മുടെ അറിവിൽ ഇത്തരം ചതികളിൽ കുടുങ്ങാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.